വചനമൊഴി മാർച്ച് 22. വചനഭാഗം എഫേസോസ് 4:25-32. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമന്റെ അടുത്ത് ചെന്നു പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. അവൻ മറുപടി പറഞ്ഞു, എനിക്ക് മനസ്സില്ല. എന്നാൽ പിന്നീട് മനസ്സുമാറ്റി അവൻ പോയി. അവൻ രണ്ടാമന്റെ അടുത്ത് ചെന്ന് ഇതുപോലെ തന്നെ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ പോകാം പിതാവേ. പക്ഷേ അവൻ പോയില്ല. ഈ 2 പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, ഒന്നാമൻ. ഈശോ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്തെന്നാൽ യോഹന്നാൻ നീതിമാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനെ വിശ്വസിച്ചു. നിങ്ങൾ അതു കണ്ടിട്ടും അവനെ വിശ്വസിക്കത്തക്ക വിധം പിന്നീട് മനസ്സുമാറ്റിയില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പ് കാലഘട്ടം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ആത്മശോധന ചെയ്യുന്നതിനും ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് അതിന് എപ്രകാരം പ്രത്യുത്തരം നൽകുന്നു എന്നതിനെക്കുറിച്ച് പരിചിന്തനം ചെയ്യുവാനുള്ളൊരു അവസരമാണ്. വചനം കേട്ട് വചനത്തിന് അനുസരിച്ച് മാനസാന്തരത്തിൻ്റെ ഫലം നൽകുക. അതാണ് ഇന്ന് സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നത്. ആദ്യം വചനത്തെ സ്വീകരിക്കാതിരുന്നുവെങ്കിലും പിന്നീട് മനസ്സുമാറ്റി വചനമനുസരിച്ച് പ്രവർത്തിക്കുന്ന പുത്രൻ്റെ ജീവിതമാണ് സ്വർഗരാജ്യ പ്രവേശനത്തിന് യോഗ്യമെന്നാണ് ഈശോ പറയുന്നത്. ഈ നോമ്പ് കാലഘട്ടം നമുക്കും ജീവിതത്തെ ആത്മശോധന ചെയ്യുന്നതിനും വചനം ശ്രവിക്കുകയും വചനത്തെക്കുറിച്ച് പരിചിന്തനം നടത്തി വചനാനുസൃതമായ ജീവിതത്തിലൂടെ മാനസാന്തരത്തിൻ്റെ ഫലം നൽകുന്നതിനും ദൈവപിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിനും കൂടുതൽ പരിശ്രമിക്കുന്ന കാലഘട്ടമായി നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തെ കാണാം. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന, തിന്മയിൽ നിന്ന് തിരിഞ്ഞ് നന്മയിലേക്ക് വരുന്ന, അനുസരണക്കേടിൽ നിന്ന് തിരിഞ്ഞ് അനുസരണത്തിൻ്റെ പാതയിലേക്ക് വരുന്ന അവസരമായി ഈ നോമ്പ് കാലഘട്ടത്തെ മാറ്റുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.